ഇന്ന് ഞാൻ ശരിക്കുമായിട്ടുള്ളൊരു വ്ളോഗ് തന്നെ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് ഈ ലേറ്റ് സമയത്ത് വൈകുന്നേര സമയത്തുള്ള കുറച്ച് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം റെയിൽവേ സ്റ്റേഷനിലോട്ട് തൊട്ടടുത്താണ്, കുറച്ച് ചെറിയ ദൂരമല്ലോ. അപ്പോൾ പോയിട്ട് എന്തായാലും അങ്ങനെ ഒരു 2-3 ട്രെയിൻസ് അത്രേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ സമയത്ത് ആക്ച്വലി കുറച്ച് നല്ല ഇതുള്ള ടൈമാണ്, ട്രാഫിക്കുള്ള ടൈമാണ്. കണ്ട ഇപ്പൊ തന്നെ കണ്ട അപ്പുറത്ത് 2 ട്രെയിനാണ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ജസ്റ്റ് നമുക്ക് പോയിട്ട് ട്രെയിനിലെ വീഡിയോ എടുക്കാം. ഓക്കെ, നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ റെയിൽവേ ക്രോസിംഗ് അടച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് കാണാം അതാ ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ പഞ്ചാബിലെ എന്തോ സ്പെഷ്യൽ ട്രെയിൻ പോലെയാ തോന്നുന്നത്. കാരണം മൊത്തം തോരണോ അങ്ങനെ എന്തൊക്കെയോ കെട്ടിയിട്ടുണ്ട്. ഇനി ട്രെയിൻ പോയി. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ എല്ലാവർക്കും കുത്തിക്കയറ്റി കൊണ്ടുപോകണം. ഒരുമാതിരി തിരക്കിട്ട ആൾക്കാരാണ്. പക്ഷെ ഇവർക്ക് എവിടെയും പോകണ്ട. ചിലപ്പോൾ അപ്പുറത്തോട്ട് വല്ല പച്ചക്കറിയോ അല്ലെങ്കിൽ സാധനമോ മേടിക്കാൻ പോകേണ്ടവരാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്. ഈ കണ്ടോ ഓരോരോ ആൾക്കാർ ഈ ഗേറ്റിന്റെ അടിയിലേക്ക് കുത്തിക്കയറ്റി അങ്ങോട്ടേക്ക് എടുത്ത് പോകുന്നതാണ്. ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. കാരണം 5 മിനിറ്റത്തേക്കാട്ടെ ഈ ഫാട്ടക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തു. ഈ റെയിൽവേ ക്രോസിങ്ങിന് ഹിന്ദിയിൽ പറയുന്നത് ഫാട്ടക്ക്. അതൊരു 5 മിനിറ്റിലേക്ക് ക്ലോസ് ചെയ്യുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്കൊക്കെ തിരക്കാ. ഇതാ ഇപ്പൊ തന്നെ കണ്ടോ ആൾക്കാർ ആ ഗേറ്റിന്റെ അടിയിലെ നൂണും തുഴഞ്ഞൊക്കെ വരാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ സ്ഥിരം കാര്യം. ഇതാണ് ഫഗ്വാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ ഇത് ഫുള്ള് റീകൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അറിയാലോ, ഇപ്പം നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി ട്രെയിൻ സ്പോട്ടിങ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യത്തിനായാലും റെയിൽവേ സ്റ്റേഷനിൽ കയറുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് വരുമ്പോഴത്തേക്ക് ആ ട്രെയിൻ എനിക്ക് മിസ്സാവാനാണ് ചാൻസ്. ഇതാണ് ഇവിടുത്തെ റിസർവേഷൻ കൗണ്ടർ. സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് പോലെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ പോയിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി. ഇനി പ്ലാറ്റ്ഫോമിലോട്ടോ. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നല്ലൊരു ബിസി ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് സ്റ്റേഷനിൽ. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ കൂടെ നടക്കുമായതുകൊണ്ട് അതിൻ്റെതായ തിരക്ക് വേറെയുണ്ട്. ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ആക്ച്വലി. പിന്നെ ഇതിന് ഫഗ്വാഡ ജംഗ്ഷൻ്റെ പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ തന്നെ 2 റൂട്ട് പോകുന്നുണ്ട്. ഒന്ന് നമ്മളെ മെയിൻ ന്യൂഡൽഹിയിലോട്ടും വേറൊന്നൊരു ഹോഷിയാർപൂരിലോട്ട് ഒരു ചെറിയ ഗേജ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു സിംഗിൾ ട്രാക്ക് അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി ഫഗ്വാഡ ജംഗ്ഷൻ്റെ പേര് വരാൻ കാരണം. അങ്ങനെ അതാ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ ചണ്ഡീഗഡ് അമൃത്സർ പറഞ്ഞൊരു വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേഷൻ്റെ അങ്ങേ എൻഡിലോട്ട് പോകാം. അവിടെ നിന്നാണ് കുറച്ചുകൂടെ വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കാം. ആക്ച്വലി ഞാനിന്ന് ലൈറ്റിങ് പോകുന്ന മുന്നേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷെ നടന്നില്ല ആക്ച്വലി. കാരണം വിചാരിച്ച പോലെ ഒന്നും ഇപ്പോഴും നടക്കാറില്ല. കാരണം കോളേജിൽ നിന്ന് വന്ന് പിന്നെ വീഡിയോ പിടിക്കാൻ വരലും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എൻഡിലെത്തുമ്പോഴത്തേക്കും നങ്കൽ ഡാം എക്സ്പ്രസ് അല്ലെങ്കിൽ ചണ്ഡീഗഡ് അമൃത്സർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതാ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇതിപ്പോൾ അമൃത്സറിൽ നിന്ന് ചണ്ഡീഗഡിലോട്ടാണ് കഴിച്ചു പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ള സെക്ഷനാണ്. കാരണം അമൃത്സറിന് ആ ഒരു മെയിൻ സിറ്റി ന്യൂഡൽഹി ആയിട്ട് ബന്ധിപ്പിക്കുന്നൊരു സെക്ഷനല്ലേ. പിന്നെ കൂടാതെ ജമ്മു താവി ആ റൂട്ടും ഇതിലേക്കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. കാരണം അതുകൊണ്ട് തന്നെ കുറേ ട്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഈ ട്രെയിൻ പാസ്സായിട്ടുണ്ട്. ഇന്നലെയല്ല കഴിഞ്ഞൊരു ഷോട്ട് ഒരു വന്ദേ ഭാരത് സ്റ്റേഷൻ സ്കിപ്പിംഗ് ആയിരുന്നു. ആക്ച്വലി ആ സ്റ്റേഷനാണിത്, ഫഗ്വാഡ ജംഗ്ഷൻ. ഇവിടെ ഒട്ടുമിക്ക ട്രെയിനും സ്റ്റോപ്പ് ഉണ്ട്. ബട്ട് വന്ദേ ഭാരത് പോലെ ചില സ്പെഷ്യൽ ട്രെയിൻസിന് മാത്രം ഇവിടെ സ്റ്റോപ്പില്ല. അപ്പോൾ അതിൻ്റെ സ്കിപ്പാണ് ഞാൻ കാണിച്ചത്. ബാക്കി ഒട്ടുമിക്ക സ്പെഷ്യൽ ട്രെയിൻസിനും ജനശതാബ്ദി ആയാലും ഗരീബ് രത്ത് ആയാലും ഹംസഫർ ആയാലും എല്ലാത്തിനും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അങ്ങ് വിദൂരതയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാ ട്രെയിനും നോക്കാം. സ്റ്റോപ്പുള്ളൊരു ട്രെയിനാണ്. അപ്പോൾ അതത്ര സ്ലോയിലാണ് വരുന്നത് ട്രെയിൻ.
പഗോഡ ജംഗ്ഷനിൽ ടോട്ടൽ 6 ട്രാക്ക് ഉണ്ട്. അതിൽ 4 ഇതേപോലത്തെ മെയിൻ ട്രാക്കും പിന്നെ 2 അപ്പുറത്തെ സൈഡിൽ സബ് ട്രാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫ്രൈറ്റ്സിനും അല്ലെങ്കിൽ കണ്ടെയ്നർ വണ്ടികൾക്കും പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. പിന്നെ അങ്ങ് കാണുന്നത് FCI ഗോഡൗൺ ആണ്. അപ്പൊ അവിടത്തേക്ക് തന്നെ സ്റ്റോറേജ് ആയാലും ഇവിടെ നിന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോകാനായാലും എളുപ്പത്തിനാണ് അപ്പുറത്ത് അങ്ങനെ 2 ട്രാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ആയിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ട്. സ്റ്റിൽ ലൈറ്റ് പോകുന്നതിന് മുന്നേ 2-3 ട്രെയിൻ കവർ ചെയ്യാന്ന് വിചാരിച്ച് വന്ന ഞാനാ. ഇപ്പൊ ലൈറ്റ് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ആക്ച്വലി പഞ്ചാബിൽ ഇപ്പോഴും വിന്റർ സീസൺ ആണെന്ന് പറയാം, കാരണം സ്പ്രിംഗിലോട്ട് കിടന്നിട്ടില്ല. ഇപ്പോഴും വിന്റർ സീസൺ പോലെ തന്നെ, കാരണം രാത്രി അത്യാവശ്യം തണുപ്പുണ്ട്, പകല് വെയിലുണ്ട്, അത്യാവശ്യം ചൂട്. എന്നാലും 20 ഡിഗ്രി സെൽഷ്യസിന്റെ ഒന്നും മേളിലോട്ട് പോയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് രാത്രിയാവും ഇവിടെ. അപ്പോൾ കോളേജിൽ നിന്ന് വന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഇരുട്ടാവും. അപ്പോൾ വീഡിയോ എടുക്കൽ ബുദ്ധിമുട്ടാണ്. ഒരു ഗ്രീൻ സിഗ്നൽ കിടപ്പുണ്ട്. അപ്പോൾ ലെറ്റ് സി ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം ഏതാ ട്രെയിൻ എന്ന്. ഏത് ട്രെയിൻ ആയാലും അത് സ്റ്റേഷൻ സ്കിപ്പാണെന്ന് നമുക്ക് മനസ്സിലായി, കാരണം അപ്പുറത്ത് പച്ച കത്തി ഇരിക്കുന്നുണ്ട്. ശരിക്കും എനിക്കിപ്പോ തോന്നുന്നു നമുക്കൊരു ഭാഗ്യമില്ലാതെ, കാരണം വന്നപ്പം തൊട്ട് കാണുന്ന ട്രെയിന് മൊത്തം ഒന്നിക്കൽ എഞ്ചിൻ അല്ലെങ്കിൽ ഇപ്പൊ കണ്ട പോലെ ഗുഡ്സ് ട്രെയിൻ പോരാ. തൽക്കാലം ഇവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നിൽക്കാം, കാരണം എനിക്ക് തോന്നുന്നില്ല നമ്മൾക്കിന്ന് നല്ല ലക്ക് ഉണ്ട് എന്ന്. കാരണം ഇത് ഒരു പാസഞ്ചർ ട്രെയിൻ പോലും സ്പോട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സോ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നിൽക്കാം, അറ്റ്ലീസ്റ്റ് നമുക്ക് അനൗൺസ്മെന്റ് എങ്കിലും ശ്രദ്ധിക്കാമല്ലോ. മുന്നേ കണ്ടിട്ടുള്ളാത്ത ഓരോന്ന് കാണുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ് AC വെയിറ്റിംഗ് റൂം ഒക്കെ, ഇതൊന്നും മുന്നേ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതിയ നവീകരണത്തിന്റെ ഭാഗമായി വന്ന അതിൻ്റെ ഉള്ളിലൊരു ഫുഡ് സ്റ്റോളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്, അനൗൺസ്മെന്റ് കേട്ടു. അപ്പോൾ നോക്കാം ഏത് ട്രെയിനാ നോക്കാം. അതാ ഔട്ടർന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട്. എനിക്ക് തോന്നി ഈ ട്രെയിൻ ഇപ്പൊ കുറച്ച് നേരമായിട്ട് ഇവിടെ പിടിച്ചെടുത്ത് നിർത്തിയിട്ടുള്ളതാണ് ഔട്ടറിൽ. എന്തോ കാര്യം എന്നറിയില്ല, ചിലപ്പോൾ ട്രാഫിക് ക്ലിയർ ആവാനായിരിക്കും, അപ്പുറത്ത് ഏതെങ്കിലും ട്രെയിൻ പാസ്സാവാനുണ്ടാവുകയാണ്, എനിക്കങ്ങനെ തോന്നുന്നത്. എന്തായാലും അത് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്, നമുക്ക് നോക്കാം. മൊത്തത്തിൽ ഇന്നത്തെ ദിവസമേ പരാജയമാണെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഒറ്റ പാസഞ്ചർ ട്രെയിൻ നമുക്ക് മര്യാദക്കൊരു വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല. ഒരു ട്വിൻ എഞ്ചിനാണ് കേട്ടോ. അങ്ങനെ ഇത്രയും നേരത്തെ കാത്തിരിപ്പിനുള്ളവർ നമ്മൾക്കൊരു പാസഞ്ചർ ട്രെയിൻ കാണാനുള്ള ശുഭദിനം അല്ലെങ്കിൽ ശുഭമുഹൂർത്തം എത്തി സുഹൃത്തുക്കളെ. ഇതാ അങ്ങനെ വന്ദേ ഭാരതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്നും ഇതേ ടൈമിനായിരുന്നു ആക്ച്വലി ഞാൻ 2 ഷോർട്സ് എടുത്തപ്പോഴും വന്ദേ ഭാരതിനെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത വന്ദേ ഭാരതിനെ വെയിറ്റ് ചെയ്യാം. അടുത്ത വന്ദേ ഭാരത് ഇപ്പോൾ വരുന്നതാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ. അടുത്ത വന്ദേ ഭാരത് ഇതാ ദൂരത്തുനിന്ന് വരുന്നുണ്ട്. അപ്പം ഇത് ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന വന്ദേ ഭാരതാണ്. അങ്ങനെ അതിതാ ഫഗ്വാഡ ജംഗ്ഷൻ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതൊരു കുഞ്ഞു വന്ദേ ഭാരതാണ്, ചെറിയൊരു വന്ദേ ഭാരത്. ന്യൂഡൽഹി ടു അമൃത്സർ, അതിന് ഫഗ്വാഡ ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉണ്ട്. ചെറിയൊരു വന്ദേ ഭാരതാണ്. ഇതാ സ്റ്റേഷന്റെ പകുതി പോലും ഈ വന്ദേ ഭാരത് ഇല്ല. അങ്ങനെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്ത സുഹൃത്തുക്കളെ, ഒരു ചെറിയ വന്ദേ ഭാരതാണ് കേട്ടോ, എത്ര പേരേ ഉള്ളൂ. ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ ഭാഗ്യമില്ല 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 എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കുമാരൻ തന്നെയാണ് വന്നത്. കാരണം ആദ്യം നമുക്ക് ജമ്മു താവി അല്ല ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിൽ നിന്ന് ന്യൂഡൽഹിയിലോട്ട് പോകുന്ന വന്ദേ ഭാരത് കിട്ടി. പിന്നെ ന്യൂഡൽഹിയിൽ നിന്ന് അമൃത്സറിലോട്ട് പോകുന്ന വന്ദേ ഭാരത് കിട്ടി, അത് പുതിയത്. പിന്നെ ഇപ്പം നമ്മളെ തിരിച്ച് ശ്രീമാതാ വൈഷ്ണോദേവിയിലോട്ട് പോകുന്ന വന്ദേ ഭാരതും കിട്ടി. ഇടയ്ക്ക് നമ്മളെ പോലീസുകാരൻ വന്നിട്ട് പോലീസ് മാമൻ ചോദിച്ചായിരുന്നു കേട്ടോ, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു, പക്ഷേ നമ്മളതിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ട് സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്യാവശ്യം വലിയൊരു വന്ദേ ഭാരതാണ്. അങ്ങനെ പിടിച്ചിട്ട വന്ദേ ഭാരതം യാത്രയായി. ആക്ച്വലി വന്ദേ ഭാരതിനൊന്നും ഇവിടെ സ്റ്റോപ്പില്ല, ഇവിടെ പിടിച്ചു നിർത്തിയതാണ്, എന്തോ കാര്യത്തിനാണെന്നറിയില്ല. കാരണം മിഡിൽ ലൈനിലൂടെ അതിപ്പം പോകുന്നത്. അപ്പോൾ ഇപ്പം പിടിച്ചിട്ടതാണേലും പാസഞ്ചേഴ്സിന് പ്രത്യേകിച്ചൊരു കാര്യമില്ല. കാരണം വന്ദേ ഭാരതിൻ്റെ കേസിൽ അതിൻ്റെ ഡോർസ് ഓട്ടോമാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് അത് ഓപ്പൺ ആവില്ല. അതിൻ്റെ സ്റ്റേഷനിലെത്തിയാൽ ഇത്ര സമയം മാത്രമേ അത് ഓപ്പൺ ആവൂ. ഇങ്ങനെ നമുക്ക് സ്റ്റേഷൻ വിടേണ്ട സമയമായിട്ടുണ്ട്. അത്യാവശ്യം സമയമായി കേട്ടോ. നമ്മളൊരു 1 മണിക്കൂറിൻ്റെ അടുത്തായി നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 3-4 ട്രെയിൻ കിട്ടി. അപ്പോൾ ഇവിടുത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫുള്ള് പണി നടക്കുമായതുകൊണ്ട് ഏതൊക്കെയോ വഴി വേണം പോവാൻ. അപ്പം നമുക്കിനി വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോവാം. ഓക്കെ, ബൈ. ഈ കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ തുടക്കം പറഞ്ഞത്. കണ്ടോ, ഒരു ട്രെയിൻ പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കുത്തിക്കയറ്റെടുക്കാൻ തുടങ്ങി. കണ്ടോ, ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ മൊത്തം ഇങ്ങനെയാണ്, അടിയിൽ എങ്ങനെയൊക്കെ കയറ്റാൻ പറ്റുമോ അങ്ങനെയൊക്കെ കയറ്റി കുത്തി അവരെ മേലും ദേഹവും വേദനിപ്പിച്ച് വണ്ടിയും സ്ക്രാച്ചാക്കി. ഇതൊക്കെ ഇല്ലീഗലാണ്. വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിയില്ല.